രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കോവിഡ് കേസുകൾ 5000 കടന്നുവെന്ന് ഡൽഹി ബ്യൂറോ. 24 മണിക്കൂറിനിടെ 4 പേർ മരിച്ചു. കേരളത്തിൽ 1679 ആക്റ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 2 മരണം ഉണ്ടായി. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഒരു വർധനവ് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. നിലവിലെ ആക്റ്റീവ് കേസുകൾ 5364 കടന്നിരിക്കുന്നു. ഇതുവരെ, അതായത് ജനുവരി മുതലുള്ള ആക്റ്റീവ് കേസുകൾ 5364 കേരളത്തിൽ 1679 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. അതായത് 24 മണിക്കൂറിൽ 192 കേസുകളുടെ ഒരു വർധനവ്, കോവിഡ് കേസുകളുടെ വർധനവാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല 24 മണിക്കൂറിൽ 2 മരണവും കേരളത്തിൽ കോവിഡ് ബാധ മൂലം ഉണ്ടായിരിക്കുന്നു. 74 വയസ്സുള്ള വയോധികയും 79 വയസ്സുള്ള വയോധികനുമാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചത് എന്നാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യത്ത് മൊത്തത്തിൽ, അതായത് 24 മണിക്കൂറിൽ 4 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് പുറമെ കർണാടകയിലും പഞ്ചാബിലും ഓരോ മരണം വീതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകളുടെ വർധനവുണ്ടായത് കേരളത്തിലും ഗുജറാത്തിലുമാണ്. കൂടാതെ ഈ ആക്റ്റീവ് കേസുകളുടെ എണ്ണമെടുത്താൽ കേരളം കഴിഞ്ഞാൽ ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബംഗാൾ ഈ 4 സംസ്ഥാനങ്ങളിലും 500 മുകളിൽ കോവിഡ് ആക്റ്റീവ് കേസുകളുണ്ട്. എന്തായാലും നിലവിലെ ഈ വ്യാപനം സംബന്ധിച്ച് വ്യാപനം രൂക്ഷമായിരിക്കുന്നു. പക്ഷേ രോഗതീവ്രത അത് കുറവാണെന്നാണ് നമുക്ക് ഈ ഡിസ്ചാർജ് ചെയ്തവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതാണ്ട് 4000-ഓളം പേർ ഇപ്പോൾ രോഗമുക്തി, കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നവർ രോഗമുക്തി ആയിട്ടുണ്ട്. ജനുവരി മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 4000-ന് മുകളിലുള്ളവർ ഇതിനോടകം തന്നെ രോഗമുക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ വ്യാപനം സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നു. അതിൽ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്, നിലവിൽ രാജ്യത്തെ കോവിഡ് വ്യാപനം, അതിൽ ആശങ്കകൾ വേണ്ട, ജാഗ്രത മതി, രോഗതീവ്രത നിലവിൽ കുറവാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്. എന്തായാലും കോവിഡ് വ്യാപനം അത് രൂക്ഷമായി തുടരുകയാണ്. എസ് കെ എൻ. താങ്ക് യു.